കമ്മ്യൂണിസ്റ്റുകാരനായാലും നാട്യശാസ്ത്ര നിയമം പാലിക്കുന്നത് നന്നാണ്. കർട്ടൻ വീഴാനെങ്കിലും അഭിനയം നിർത്തണം എന്നൊരു ചൊല്ലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനവും പോയി, ക്ലിഫ് ഹൗസിൽ പുതിയ താമസക്കാരനുമായി. മോടി പിടിപ്പിച്ച കുളത്തിൽ കുളിക്കാനും ഗോശാലയിലെ പശുവിൻ്റെ ശുദ്ധമായ പാല് കുടിക്കാനും ആളായി. ലിഫ്റ്റിൽ കയറി ഇനി അവർ താഴേക്കും മേലോട്ടും പൊയ്ക്കോളും. അല്ല, ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ്. ഇന്ന് രസകരമായ ഒരു വാർത്ത കണ്ടു. CPM-ന്റെ പാറശാല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ MLA സ്ഥാനവും പ്രതിപക്ഷ നേതാവ് സ്ഥാനവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചൊഴിയണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പലപ്പോഴും CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ആഞ്ഞടിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ആദ്യമായിട്ടാണ് ഇപ്രകാരം ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഒരുപക്ഷെ ഇവരുടെ പാർട്ടിയുടെ അടിത്തട്ടിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാകുമായിരുന്നില്ല. സുധാകരനും കുഞ്ഞിക്കണ്ണനും ഗോവിന്ദനും പിണങ്ങിപ്പോയി പാർട്ടി ധിക്കരിച്ചുകൊണ്ട് സ്വതന്ത്രമായി മത്സരിക്കില്ലായിരുന്നു. ഇവർ 3 പേരും വിജയിച്ചെങ്കിലും ആരും പാർട്ടി വിട്ടു എന്ന് പറഞ്ഞിട്ടില്ല. പിണറായിയുടെ 1ാം മന്ത്രിസഭയിലെ ഏറ്റവും പ്രബലനായ മന്ത്രിയായിരുന്നു ശ്രീ സുധാകരൻ. PWD എന്ന വകുപ്പ് മാന്യമായി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സുധാകരനെതിരായിട്ട് എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഉള്ളതായി ഓർക്കുന്നില്ല. എങ്കിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. സുധാകരൻ ചെറ്റത്തരം കാണിച്ചു എന്ന് ശ്രീ പിണറായി വിജയൻ മനോരമ ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു. പക്ഷേ സുധാകരന്റെ പ്രതികരണം സൗമ്യമായിരുന്നു. ഒരു ജനകീയ സ്വതന്ത്രൻ എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച് വരികയും ചെയ്തു. അങ്ങനെ 7ാം പ്രാവശ്യം CPM-ന്റെ സഹായമില്ലാതെ അദ്ദേഹം നിയമസഭയിലെത്തി. ഈ നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ എന്ന നിലയിൽ ശ്രീ പിണറായി വിജയന് സത്യവാചകം ചൊല്ലിക്കൊടുക്കാനുള്ള അവസരം കിട്ടിയത് ശ്രീ സുധാകരനാണ്. പിണറായി പ്രതാപം നഷ്ടപ്പെട്ട് പ്രതിപക്ഷ നിരയിൽ നിന്നപ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ ചെറ്റയായ സുധാകരന് കഴിഞ്ഞത് കാലത്തിന്റെ കാവ്യനീതി. ശ്രീ സുധാകരനെ ന്യായീകരിക്കാനല്ല ഞാനിത് പറയുന്നത്. ഒരു ആവറേജ് കമ്മ്യൂണിസ്റ്റുകാരന്റെ കന്നന്തിരിവ് വേണ്ടുവോളമുള്ള മനുഷ്യൻ ആണ് ശ്രീ സുധാകരൻ. അപ്രായോഗികമായ ഒരു വിദേശ ആശയത്തിന്റെ പിറകെ പോയി സ്വന്തം സ്വത്വം നഷ്ടപ്പെട്ട അനേകം കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളാണ് ശ്രീ സുധാകരൻ. ഹിന്ദു വിശ്വാസത്തെ, അതായത് കേരളത്തിലെ ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തെ, അവരുടെ വിശ്വാസത്തെ കരുതേച്ച് കാണിക്കാൻ കിട്ടിയ ഒരവസരവും അദ്ദേഹം പഴക്കിയിട്ടില്ല. അവർ സംഘടിത വോട്ട് ബാങ്ക് അല്ല എന്ന കുറവ് ആ സമൂഹത്തിനുണ്ടല്ലോ. കേരളത്തിന്റെ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ ആണ് പൂജാരിമാർ ഇടാത്തവരാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഡിസംബർ 2028 അയാൾ നടത്തിയ പ്രസ്താവനയും പ്രതിഷേധാർഹം ആണ്. ശബരിമല തന്ത്രിക്ക് അവിടെ ചുമട് ചുമക്കുന്ന കഴുതയുടെ പോലും ചൈതന്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾ ഒരു തികഞ്ഞ ന്യൂനപക്ഷ മതവിശ്വാസിയാണ്. 2001 സെപ്റ്റംബറിൽ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ഇസ്ലാമിക തീവ്രവാദികൾ തകർത്തത് ഓർമ്മയുണ്ടാകുമല്ലോ. 3000-ലധികം പേരാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത്. അതിൻ്റെ സൂത്രധാരനായിരുന്ന ഒസാമ ബിൻ ലാഡന് വേണ്ടി കവിത എഴുതാനും കരയാനും സുധാകരൻ മറന്നില്ല. തൻ്റെ കവിത്വശക്തി വളരെ ക്രിയാത്മകമായി അയാൾ ഉപയോഗിച്ചു. സുധാകരന്റെ മതേതരത്തെ കാണാതെ പോകരുത്. രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ അംഗീകരിക്കാതെ ഇരുന്ന സുധാകരൻ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും പാർട്ടി സ്ഥാനവും ഒക്കെ പോയി വെറുതെ വീട്ടിലിരുന്നപ്പോൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാൻ തുടങ്ങി. കാലം അങ്ങനെയാണ്, അത് കണക്ക് പറയിക്കും. കഴിഞ്ഞ ആഴ്ച ശ്രീ സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഇതിനാൽ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. BJP ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു കാലത്ത് ഇന്ത്യ മുന്നണി ഉണ്ടായാലേ പറ്റൂ. അത് മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് മുന്നണിയുടെ സപ്പോർട്ട് സ്വീകരിക്കാൻ തയ്യാറായത് എന്നാണ് അദ്ദേഹം തന്ന സൂചന. ശ്രീ സുധാകരന്റെ രാഷ്ട്രീയ ബോധത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അല്ലെങ്കിലും കേരളം വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയന്റെ ഭാഷയുടെ ശുദ്ധിയെക്കുറിച്ചാണ്. കേരള പിറവിക്ക് ശേഷം 12ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ പിണറായി വിജയൻ. കേരള ചരിത്രത്തിൽ ഇത്രയും മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയും ഉണ്ടായിട്ടില്ല. ധാർഷ്ട്യത്തിനും ഒരു കുറവുമില്ല. ജനാധിപത്യത്തിൽ ഈ സ്ഥാനങ്ങൾ ജനങ്ങളുടെ ദാനമാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവൻ അവിടെ കയറിയിരുന്നാൽ ഇത് തന്നെ സംഭവിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ 35 പ്രാവശ്യമാണ് അദ്ദേഹം വിദേശയാത്ര നടത്തിയത്. അതിൽ 25 തവണയും
കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത്. പക്ഷേ ഒരു 5 പൈസയെങ്കിലും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മണിയാശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീ പിണറായിയുടെ നാടൻ ഭാഷാ പ്രയോഗങ്ങൾ കേരള മനസ്സിന് ദഹിക്കാത്തതായിരുന്നു. ചെറ്റത്തരം, പരനാറി, കുലംകുത്തി, കടക്കുപുറത്ത്, വീട്ടിൽ പോയി ചോദിക്ക്, അങ്ങനെ പോകുന്നു ആ പദപ്രയോഗങ്ങൾ. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇത്രയും ആക്ഷേപകരമായ പദങ്ങൾ പൊതുസ്ഥലത്ത് പ്രയോഗിച്ചതായി കേട്ടിട്ടുണ്ടോ? 42 കാറിന്റെ അകമ്പടിയുമായി അയാൾ കടന്നു പോകുമ്പോൾ റോഡ് അരികിൽ നിൽക്കുന്നവരെ നിഷ്കരണം ചെടിച്ചട്ടിയും ലാത്തിയും കൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആക്രമണത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ജനത്തെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ആളും ആരവുമില്ലാതെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് കണ്ടു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രോട്ടം സ്പീക്കറുടെ ചേംബറിൽ പോയി സുധാകരന് കൈ കൊടുക്കുന്നതും കണ്ടു. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. പിണറായിക്ക് മാറ്റം ഉണ്ടായി എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് മൂഢത്തരം മാത്രം. ഈ ദയനീയ തോൽവിക്ക് കാരണം താനാണെന്നും അതിൻ്റെ അസ്വാരസ്യങ്ങൾ പാർട്ടിയിൽ ഉണ്ടെന്നും മനസ്സിലാക്കി അതിനെ തണുപ്പിക്കാൻ നടത്തുന്ന ഒരു നാടകമായി കണ്ടാൽ മതി ഇതിനെ. തെറ്റ് പറ്റിയത് നമുക്കാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് അടുത്ത ചെറ്റത്തരമായിരുന്നു. പക്ഷേ അയാൾ അതിന് വഴങ്ങിയില്ല. പാർലമെന്ററി വ്യാമോഹം പിണറായിക്കുമുണ്ട്, സുധാകരനുമുണ്ട്. അതിനനുസരണം ആയി നിലപാടുകൾ എടുത്തില്ലെങ്കിൽ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാവും. അത് രണ്ടുപേർക്കും നല്ല ബോധ്യമുള്ള കാര്യവുമാണ്. കാറൽ മാർക്സിന്റെ മൂലധനത്തിന്റെ സത്തയെക്കുറിച്ച് പിണറായി വിജയന് വലിയ ധാരണയൊന്നുമില്ലെങ്കിലും ഭരണം വിട്ട് പുറത്തു പോകേണ്ടി വന്ന ലെനിന്റെയും സ്റ്റാലിന്റെയും ജീവിതത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായിയുടെ കളികൾ ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും. നന്ദി, നമസ്കാരം.